ഒരിക്കൽ വൃന്ദാവനത്തിൽ ശ്രീകൃഷ്ണൻ തന്റെ സുഹൃത്തുക്കളായ ശ്രീധാമനോടും സുബലിനോടും ഒപ്പം തമാശകൾ പറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയം ഒരു സന്യാസി അവിടെ വന്നു. കൃഷ്ണനെ കണ്ട് സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, പ്രപഞ്ചത്തിന്റെ നാഥനായ ഹേ ശ്രീകൃഷ്ണ പരമാത്മാവെ, അങ്ങയുടെ ലീലകൾ അതിമനോഹരം. ഭക്തന്മാരുടെ ഹൃദയം ആനന്ദപ്രദമാക്കുവാൻ വേണ്ടി അവിടുന്ന് ലീലകൾ ആടുന്നു. സന്യാസി പോയി കഴിഞ്ഞപ്പോൾ ശ്രീധാമൻ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കണ്ണ, നീ ഈ പ്രപഞ്ചത്തിന്റെ നാഥനാണെന്നാണല്ലോ ആ സന്യാസി പറഞ്ഞത്. പക്ഷേ നീ എപ്പോഴും രാധാറാണിയുടെ പിന്നാലെയാണല്ലോ. നീ ശരിക്കും അത്ര ശക്തനാണോ? കൃഷ്ണൻ ഒന്നും പറയാതെ മന്ദഹസിച്ചു. ആ സമയം രാധ തന്റെ സഖിമാരോടൊപ്പം വനത്തിലൂടെ നടന്നുവരുന്നത് കണ്ടു. രാധയും കൂട്ടുകാരും അടുത്തെത്തിയപ്പോൾ പെട്ടെന്ന് വൃന്ദാവനത്തിലെ ദൃശ്യം മാറിമറിഞ്ഞു. കൂട്ടുകാർ നോക്കുന്നിടത്തെല്ലാം കൃഷ്ണൻ. ഓരോ മരത്തിന് താഴെയും ഓരോ കൃഷ്ണൻ ധ്യാനത്തിൽ ഇരിക്കുന്നു. രാധയുടെ സഖിമാരും അമ്പരന്നു. അവരും എവിടെ നോക്കിയാലും കൃഷ്ണനെ കണ്ടു. ഗോപികമാരും ഗോപന്മാരും നോക്കുന്നിടത്തെല്ലാം കൃഷ്ണൻ. പെട്ടെന്ന് മയിലുകൾ നൃത്തം ചെയ്യാൻ തുടങ്ങി. അവയുടെ ഓരോ പീലിയിലും കൃഷ്ണന്റെ രൂപം തെളിഞ്ഞു. പൂക്കളിലെ ഓരോ ഇതളിലും കൃഷ്ണൻ പുഞ്ചിരിക്കുന്നത് അവർ കണ്ടു. യമുനയുടെ ഓളങ്ങളിൽ പുഞ്ചിരിയോടെ കണ്ണന്റെ മുഖം. ആകാശത്ത് മേഘങ്ങളിൽ കണ്ണൻ. പൂമ്പാറ്റകളിൽ കണ്ണൻ. യമുനയുടെ ജലത്തിൽ സ്വന്തം നിഴൽ കണ്ടു. അവർ ഓരോരുത്തരും കൃഷ്ണൻ തന്നെ. സർവം കൃഷ്ണമയം. എല്ലാവരും കുഴങ്ങിപ്പോയി. ഇതിൽ യഥാർത്ഥ കൃഷ്ണൻ ആരാണ്? ആ സമയം കൃഷ്ണൻ അത്യത്ഭുതകരമായ ഒരു വിരാട് രൂപം ധരിച്ചു. പരമപ്രേമം നിറഞ്ഞ ആനന്ദരൂപം. ആ രൂപത്തിൽ കൃഷ്ണന്റെ എല്ലാ രൂപങ്ങളും ലയിച്ചു. കൃഷ്ണന്റെ ഹൃദയസ്ഥാനത്ത് രാധാറാണി. ശ്രീധാമനും സുഹൃത്തുക്കളും തങ്ങൾ വെറുമൊരു കുട്ടിയായി കരുതിയ കൃഷ്ണൻ സാക്ഷാൽ പരബ്രഹ്മമാണെന്നാണ് തിരിച്ചറിഞ്ഞു. ബ്രഹ്മത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരമപ്രേമമാണ് ശ്രീരാധ എന്ന് അവർക്ക് മനസ്സിലായി. എല്ലാവരും ഭക്തിയോടെ കൃഷ്ണനെ വീണു നമസ്കരിച്ചു. പെട്ടെന്ന് ആ വിശ്വരൂപം മാറി. കയ്യിൽ വെണ്ണയും കണ്ണിൽ കുസൃതിയുമായി നിൽക്കുന്ന ആ പഴയ കൊച്ചു കൃഷ്ണനായി അദ്ദേഹം മാറി. കൃഷ്ണൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കൂ കൂട്ടുകാരെ, നമുക്ക് കളി മതിയാക്കാം. എനിക്ക് നന്നായി വിശക്കുന്നു. മന്ദം ജഹാസ വൈകുണ്ഠ മോഹയൻ ഇവ മായ. അതേ കണ്ണന്റെ പുഞ്ചിരിയിൽ അവർ എല്ലാം മറന്നു. കണ്ണൻ അവർക്ക് വീണ്ടും പഴയതുപോലെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി.